إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും യഥാവിധി കാത്തു സൂക്ഷിച്ചു മുത്തഖികളായി ജീവിക്കണമെന്ന് ആമുഖമായി നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിന്റെ സ്വർഗാവകാശങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ട്രെയിൻ യാത്ര നടന്ന സമയത്തുണ്ടായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. യാത്രയിൽ തൊട്ട് മുമ്പിലുണ്ടായിരുന്ന സീറ്റിൽ ഒരു മുസ്ലിം യുവാവും അവന്റെ കൂടെ ഒരു മുസ്ലിം അല്ലാത്ത ഒരു പെൺകുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും കവിതാക്കളായിരുന്നു. പരസ്പരം സ്നേഹിക്കുന്ന ആ സ്നേഹവും അവർക്കിടയിലുള്ള കാമകേളികളും ഒക്കെ പരസ്യമായ ഒരു ട്രെയിനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിച്ചും ചിരിച്ചും ഒക്കെ കഴിഞ്ഞുകൂടുന്ന ഒരു കപ്പിൾസ് ആയിരുന്നു. ഈ രണ്ട് കുട്ടികൾ ആ ആൺകുട്ടി മുസ്ലിമാണ് എന്നത് ബോധ്യപ്പെട്ടത് കുറഞ്ഞ സമയം അവരെ ശ്രദ്ധിച്ചപ്പോ ആ കുട്ടി തുമ്മാണ്. തുമ്മിക്കഴിഞ്ഞപ്പോ മുസ്ലിം ആയതുകൊണ്ട് തന്നെ അവൻ അൽഹംദുലില്ലാഹ് എന്നാണ് തുമ്മിയതിനു ശേഷം പറയുന്നത്. യർഹമുല്ലാഹ് മറുപടി പറഞ്ഞപ്പോ യഹ്ദീകുമുല്ലാഹു യുസ്ലിഹു ബാലക്കും എന്ന തിരിച്ചുള്ള മറുപടിയും അറിയുന്ന ഒരു മുസ്ലിം കുട്ടി അവൻ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയല്ല, ദിക്റുകൾ ചൊല്ലുകയല്ല, ആ ട്രെയിൻ യാത്ര ആസ്വദിക്കുകയല്ല, മറിച്ച് അവന്റെ കൂടെയുള്ള മുസ്ലിം അല്ലാത്ത മറ്റൊരു പെൺകുട്ടിയുമായി അവന്റെ ശൃംഗാരങ്ങളും സല്ലാപങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. ഇത് നമുക്ക് വലിയ പാഠമാണ്. ഒരു മുസ്ലിം കുടുംബത്തിൽ വളർന്ന എല്ലാ നിലയ്ക്കുള്ള ഇസ്ലാമികമായ ചിട്ടയോട് കൂടി ജീവിച്ചു വരുന്ന നമ്മുടെയൊക്കെ മക്കൾക്ക് എവിടെയാണ് അവരുടെ ജീവിതത്തിൽ വലിയ താളപ്പിഴവുകൾ സംഭവിക്കുന്നത്, എവിടെയാണ് അവർ തെറ്റിപ്പോകുന്നത് എന്ന് ഞാൻ നിങ്ങളത് ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. എല്ലാ നിലയ്ക്കും നമുക്കൊക്കെ വലിയ രൂപത്തിൽ കൺകുളിർമ പ്രദാനം ചെയ്യുന്ന
മക്കളുമായി ചെലവഴിക്കുന്ന സമയമൊക്കെ അത്രമേൽ സന്തോഷം പകരുന്ന സുന്ദരമായ നിമിഷങ്ങൾ. ആ അത്രമേൽ സ്നേഹിക്കുന്ന നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ നമ്മുടെ മക്കൾ അവർ ദീനിൽ നിന്ന് തെറ്റിപ്പോവുക എന്നത് നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്ത വാർത്തകളാണ്. ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് സ്കൂൾ പഠനകാലത്തൊക്കെ നമുക്ക് അത്രമേൽ കിട്ടുമായിരുന്ന കുട്ടികൾ പിന്നീട് ഒരു ക്യാമ്പസിലോ കോളേജിലോ ഹോസ്റ്റലിലോ കൊണ്ടുചെന്നാക്കുമ്പോൾ അവരുടെ ചിന്തയും ചിന്തലും കോലവും അവരുടെ വേഷവിധാനവും സംസാരവും ഇതുപോലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള സല്ലാപങ്ങളും ഒക്കെ അവരുടെ ചിന്താഗതി മൊത്തത്തിൽ മാറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് ഒരു റമദാൻ പിന്നിട്ട് പുതിയൊരു മാസത്തിലേക്ക് എത്തിയ ആളുകളാണ്. നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ കൂടെ, അല്ലെങ്കിൽ അവർ എവിടെയാണോ ഉള്ളത് അവിടെ അവരുടെ റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗിച്ച ആളുകൾ തന്നെയാണ്. നമ്മളെല്ലാവരും റമദാനിനെ മുതലാക്കിയ ആളുകളാണ്. ഈ പള്ളിയും അനുബന്ധ സൗകര്യങ്ങളും ഒക്കെയായി റമദാനിൽ നമ്മളെല്ലാവരും നമ്മുടെ വിവാദത്തുകളും നമ്മുടെ ചിട്ടയായ ജീവിതം ഒന്നിച്ചു കൊണ്ടുപോയ ആളുകളാണ്. പക്ഷേ റമദാനിന് ശേഷം നമ്മെ പോലെ തന്നെ നമ്മുടെ മക്കളെയും ബാധിക്കാനുള്ള വലിയ ചില ചതിക്കുഴികൾ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ശൈത്താൻ കെട്ടഴിച്ച് വിട്ടു കഴിഞ്ഞു. ഇനി നമ്മെ എല്ലാവിധ തിന്മകളിലേക്കും പിന്തിരിപ്പിക്കാനും നന്മകളിൽ നിന്ന് മാറ്റി നമ്മുടെ തിന്മകൾ മനസ്സിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ശൈത്താൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മക്കളെ നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ നമുക്ക് കൂടെ ഉണ്ടാകാൻ, അവർക്ക് റമദാനിൽ അവർ നേടിയ എല്ലാ കാര്യങ്ങളും തുടരാനുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നത്. എത്രയധികം ഉദാഹരണങ്ങളാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. പ്രവാചകന്മാർ, അമ്പിയാക്കൾ അവരെല്ലാം ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു ഒക്കെ അവരുടെ മക്കളെ അവർ ഈ സമുദായത്തിന് മൊത്തത്തിൽ ഇമാമുകളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് അവർ പ്രാർത്ഥിച്ചത്. അങ്ങനെയായിരുന്നു അവർ അവരെ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ അവരുടെ തൗഫീഖില്ലാത്തതുകൊണ്ട് തന്നെ ചില ആളുകൾക്കൊക്കെ സ്വന്തം മക്കളിൽ പോലും വലിയ പരീക്ഷ നേരിടുന്ന അവസ്ഥ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. നമ്മുടെ മക്കൾ ഒരിക്കലും അത്തരത്തിലൊരു തിന്മയുടെ വലിയ ട്രാപ്പുകൾ അവരെ കാത്തിരിക്കുമ്പോൾ അതിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു രൂപം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ദീനനുസരിച്ച് ജീവിക്കുന്ന, അതിന് മുഖ്യ പ്രാമുഖ്യം നൽകുന്ന, അതനുസരിച്ച് ജീവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന നല്ല മക്കളായി അവരെ മാറ്റാൻ ചില കാര്യങ്ങൾ ബോധപൂർവ്വം ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു ഉപന്യാസ മത്സരത്തിൽ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്ന് ഒരു LP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികളോട് എഴുതാൻ വേണ്ടി പറഞ്ഞു ആരാവാനാണ് ആഗ്രഹം. 5 മാർക്കിന്റെ ചോദ്യമാണ്. എല്ലാ കുട്ടികളും ഉത്തരം എഴുതി. അതിലൊരു കുട്ടി എഴുതിയത് എനിക്ക് എന്റെ ഉമ്മാന്റെ മൊബൈൽ ഫോൺ ആവണം. ഒരു ചെറിയ കുട്ടിയുടെ ഉത്തരം എനിക്ക് വേറൊന്നുമല്ല, എനിക്ക് ഉമ്മയെ പോലാണോ ഉമ്മയെ പോലാണോ അല്ല, ഉമ്മാന്റെ മൊബൈലായാൽ മതി. കാരണം ഉമ്മ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് ആ മൊബൈലിലാണ്. എന്നേക്കാൾ എന്നോട് സംസാരിക്കാനൊക്കെ ഉമ്മാക്ക് മടിയുണ്ടെങ്കിലും മൊബൈലുമായിട്ടുള്ള സമയം ചെലവഴിക്കുന്ന അർത്ഥത്തിൽ ആ കുട്ടി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതി എന്റെ ഉമ്മാന്റെ മൊബൈൽ ഫോൺ ആവണം. അപ്പൊ ഈ ടീച്ചർ ഈ കുട്ടി അടുത്തേക്ക് വിളിച്ച് ചോദിച്ചു, അല്ല മോളെ ഇപ്പൊ നിനക്ക് ഉമ്മ മാത്രമാണ് നോക്കാത്തുള്ളൂ അല്ലേ, ഉപ്പ നിന്നെ നന്നായി നോക്കുന്നുണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞത് ഉപ്പയെ ഞാൻ കാണുക പോലും ഇല്ല, ഉമ്മ ഞാൻ വീട്ടിൽ കാണുകയും ചെയ്യും, ഉപ്പാന്റെ ജോലിയില്ല, അതുപോലെ അങ്ങനെ മുന്നോട്ട് നീങ്ങുവാണ്, എന്നെ ശ്രദ്ധിക്കാറേ ഇല്ല എന്ന് ആ കുട്ടി പറഞ്ഞു. ഇപ്പൊ ഉമ്മയും ഉപ്പയൊക്കെ കണക്കാണെന്ന് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടാം. എല്ലാ കുട്ടികളും എല്ലാ ഉമ്മമാരും ഉപ്പമാരും അങ്ങനെയാണ് നല്ല പറയുന്നത്. മറിച്ച് വലിയ ശ്രദ്ധ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന കേൾക്കുന്ന പല വാർത്തകളിലും നമ്മുടെ മക്കളും ഉണ്ടായേക്കാം എന്ന കാര്യം നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ചുകൊണ്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഇവിടെ ഓതി വെച്ച ആയത്ത് പറയുന്നത് പോലെ തന്നെ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിനെ നിങ്ങൾക്ക് അലങ്കാരമാക്കുന്ന പ്രധാനപ്പെട്ട 2 സംഗതികൾ, അത് മാലും അതുപോലെ തന്നെ ബനൂൻ, നിങ്ങളുടെ സന്തതികളും നിങ്ങളുടെ സമ്പത്തുമാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള 2 വസ്തുക്കൾ. എന്നാൽ അതേ ഖുർആൻ തന്നെ മറ്റൊരു അല്ലാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, തീർച്ചയായും സമ്പത്തിലും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് ഫിത്നയുണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു. ഒരേ സമയം നമുക്ക് അലങ്കാരമായിട്ടുള്ള സന്തോഷം നൽകുന്ന നമ്മുടെ മക്കൾ, അതേ സമയം തന്നെ പരിശുദ്ധ പറയുന്നത് അവർ നിങ്ങൾക്ക് പ്രശ്നമായേക്കാം, ഫിത്നകളായേക്കാം എന്നും ഖുർആൻ തന്നെ പറയുകയാണ്. ഇത് രണ്ടിൽ ഏത് വേണമെന്ന കാര്യം തീർച്ചയായും ഒരു ഉമ്മ എന്ന നിലയ്ക്ക്, ഒരു ഉമ്മ എന്ന നിലയ്ക്ക് നമ്മളാണ് ചിന്തിക്കേണ്ടത്, നമ്മളാണ് അതിനുള്ള പ്ലാനുകൾ ഉണ്ടാക്കേണ്ടത്. അതല്ലാതെ ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ പിന്നെ കുട്ടികളെ നന്നായി നോക്കണം, ശ്രദ്ധിക്കണം എന്നുള്ള സംസാരം കേൾക്കുമ്പോൾ ഉപ്പ അങ്ങനെ തീരുമാനിക്കും, വീട്ടിൽ പോയിട്ട് വേണം അവളോട് 2 വാക്ക് പറയാൻ. അവളാണ് ഏറ്റവും നന്നായി മക്കളെ നോക്കുന്നത്, ഏറ്റവും കൂടുതൽ സമയം മക്കളുമായിട്ട് ചെലവഴിക്കുന്നത് അവളാണ്. അവൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ നിന്ന് ഉപ്പ അങ്ങനെ ആലോചിക്കുന്നത്. ഇത് കേൾക്കുന്ന ഉമ്മമാരോട് ശ്രദ്ധിക്കാൻ, ഞാനല്ല, ഉപ്പയെ കണ്ടാണ് മോമാണ്, ഉപ്പ കുറെ കാര്യം മാറാനുണ്ട്, ഉപ്പയുടെ സംസാരം പെരുമാറ്റം ഫോൺ നോക്കുന്നത് ശരിയല്ല എന്ന് ഉമ്മ ചിന്തിക്കുന്നുണ്ടാവും.
യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം, നമ്മൾ എവിടെയാണ് മാറ്റം വരുന്നത്? ഒരു ഉപ്പ എന്ന നിലയിൽ, ഒരു ഉമ്മ എന്ന നിലയൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തുന്ന കാര്യത്തിൽ എവിടെയാണ് ചില എഡിറ്റിംഗ് നടത്തേണ്ടത് എന്ന കാര്യം നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ചു. പല രൂപത്തിലുള്ള രക്ഷാകർത്തൃത്വം നമുക്ക് കാണാൻ കഴിയും. പല ആളുകളും പല രൂപത്തിലാണ് മക്കൾ നോക്കി കാണുക. ചില ആളുകളൊക്കെ, ചില ഒന്നാമത്തെ ഒരു വിഭാഗം ആളുകൾ ചിന്തിക്കാം, ഓൻ എന്തായാലും നന്നാവില്ല, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവൻ ഞാൻ നന്നാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി നോക്കി, പക്ഷെ നന്നാവുന്ന ലക്ഷണമില്ല. എത്ര തവണ പള്ളിയിലേക്ക് വിളിച്ചതാണ്, എത്ര തവണ നല്ല ക്ലാസ്സുകളും കൂട്ടുകാരുമായിട്ട് അവനെ ബന്ധിപ്പിച്ചതാണ്, പക്ഷെ അതൊക്കെ കൊതറി മാറി, അവൻ പുതിയ ട്രെൻഡിന്റെ പിന്നാലെയാണ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും മക്കളെ കുറ്റം പറ്റി നെഗറ്റീവുകൾ മാത്രം പറയുന്ന, തെറ്റായ കാര്യങ്ങൾ മാത്രം, അവൻ നന്നാവുകയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം രക്ഷിതാക്കൾ കാണാൻ. മറ്റൊരു കൂട്ടം രക്ഷിതാക്കൾ, എന്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യൂല, നിങ്ങൾ നിനക്ക് പറയുന്നല്ലോ ട്രെയിനിൽ അങ്ങനെ അനുഭവം ഉണ്ടായി, ഇവിടെ അത് ഉണ്ടായി, ലഹരി കേസിൽ ഇന്റെ കുട്ടികൾ പിടിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ എന്റെ കുട്ടി അങ്ങനെ ഒന്നുമല്ല, അവൻ വളരെ ഉഷാറാണ്. അവൻ ഏത് ഹോസ്റ്റലിൽ ചെന്നാക്കിയാലും, എവിടെ ആരുടെ കൺമറയിൽ മാറിക്കഴിഞ്ഞാലും അവനെ പറ്റി ഒന്നും പേടിക്കാനില്ല. അവന് കൃത്യമായ മദ്രസ പഠനം, അവന് വേണ്ട ബേസ് ഞാൻ കൊടുത്തു കഴിഞ്ഞു, എനിക്കിനൊന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് ഒരു അമിത ആത്മവിശ്വാസം കാണിക്കുന്ന രണ്ടാമത്തെ കൂട്ടം രക്ഷിതാക്കളെ കാണാൻ സാധിക്കും. മറ്റൊരു കൂട്ടം ആളുകൾ, ഓന് വേണ്ട എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു കൊടുത്തു കഴിഞ്ഞു, എന്റെ മകന് വേണ്ട അവന്റെ പഠനമാവട്ടെ, മതപഠനമാവട്ടെ, എല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞു. ഒരു 8ാം ക്ലാസ് വരെ മദ്രസ പഠിപ്പിച്ചു, അവൻ +2 വരെ എല്ലാ കൃത്യമായ ഭൗതിക പഠനം കൊടുത്തു, ശേഷം പിന്നീട് ഒരു കോളേജ് ഉണ്ടാക്കി. അപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോ അവന്റെ അവന് 18 വയസ്സായി, അവൾക്ക് 18 വയസ്സായി, ഇനിയിപ്പോ ഒരു ഭാരതത്തിൽ ഒരു പൗരനും പൗരികമായി മാറി കഴിഞ്ഞു. ഇനി അവരുടെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കാൻ. ഇനിയിപ്പോ ഞാൻ ഒരു വലുതായ ശേഷം ഞാൻ അതിൽ എങ്ങനെ ഇടപെടാം, അവർ കുറച്ച് മുതിർന്നില്ലേ, വലുതായില്ലേ എന്നൊക്കെ ആലോചിക്കുന്ന ആ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്തിരിഞ്ഞു മാറുന്ന ഒരു എസ്കേപ്പ് ചെയ്യുന്ന ഒരു തരം രക്ഷിതാക്കളിൽ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ മക്കളെ ചാടി ചാടായി, മുഴത്തിന് മുഴമായി എന്ന് പറഞ്ഞതുപോലെ അവരെ എല്ലാ നിമിഷവും നമ്മളുമായിട്ട് ബന്ധിപ്പിക്കുന്ന, നമ്മളാകുന്ന ഉമ്മ അവർക്ക് അത്രമേൽ ഹൃദയബന്ധമുള്ള നല്ല ആളുകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ രക്ഷാകർതൃത്വം അത് ക്രിയാത്മകമാകുന്ന കാര്യം ഗൗരവത്തിൽ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മക്കളും, എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. നമ്മളിന്ന് കാണുന്ന എന്തെല്ലാം തരത്തിലുള്ള തിന്മകളുണ്ടോ, വേണ്ടാതീനങ്ങളുണ്ടോ, അതൊന്നും നമ്മുടെ മക്കൾക്ക് എത്താനുള്ള കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും അത് എത്തുക ഒരു സ്വാഭാവികമായ പ്രക്രിയയായിട്ട് മാറുമ്പോഴല്ല, അവരുടെ സാഹചര്യങ്ങൾ മാറുമ്പോഴാണ് അത്തരം തിന്മകൾ നമ്മുടെ മക്കൾ എത്തുന്നത്. അവർ ജനിക്കുന്നത് ശുദ്ധമായ ഒരു പ്രകൃതിയിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞുതരാണ്. അതിനുശേഷം അവരുടെ സാഹചര്യങ്ങൾ മാറി മാറി വരുമ്പോൾ അവരുടെ മതം മാറും, അവരുടെ ചിന്താഗതികൾ മാറും, അവരുടെ ആലോചനകൾ മാറും, അവർ പുതിയ സിദ്ധാന്തങ്ങൾ കൊണ്ടുവരും, അവരുടെ വസ്ത്രധാരണം മാറും. അപ്പൊ അവരുടെ കൂട്ടുകെട്ടും സാഹചര്യങ്ങളൊക്കെ മാറുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന കാര്യം നാം ചിന്തിക്കേണ്ടത്. എന്നാൽ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഓരോ കുട്ടിയെയും ഓരോ രൂപത്തിൽ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുന്നത് എങ്ങനെയാണോ അതേ രൂപത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നതിലാണ് നമ്മുടെ വിജയമുള്ളത്. സൂറത്തുൽ ലുഖ്മാൻ എന്ന ഒരു അധ്യായം തന്നെ അത്തരത്തിലുള്ള ഒരുപാടധികം കൽപ്പനകളെ എങ്ങനെയാണ് മക്കളുടെ സമയവും സാഹചര്യവും അനുസരിച്ച് അവർ പകർന്നു കൊടുക്കുക എന്നതിനുള്ള ഒരു ഉദാഹരണമാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ചേർത്ത് പിടിക്കുന്നത് യാ ബുനയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. യാ ബുനയ്യ, പൊന്നു മോനെ എന്ന് വിളിച്ചുകൊണ്ട് തന്റെ മകനെ ചേർത്ത് വിളിച്ചുകൊണ്ട് കുറെ ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. 10ഓളം ഉപദേശങ്ങൾ കാണാൻ സാധിക്കുന്നത്. ആ ഉപദേശങ്ങളിലെല്ലാം പറയുന്നത് പൊന്നു മോനെ, നീ ഇത്തരം തിന്മകളിൽ നീ പെട്ടുപോകരുത് എന്ന് പറഞ്ഞ് അവനോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്ന ഉപദേശങ്ങൾ ഗൗരവമേറിയ കാര്യങ്ങളാണ്. നീ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യരുത്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, അള്ളാഹു അല്ലാത്ത ഒരാളെ നീ വിളിച്ച് പ്രാർത്ഥിക്കരുതെന്നൊക്കെ അവൻ ചേർത്ത് പിടിച്ച് പറഞ്ഞത് യാ ബുനയ്യ, പൊന്നു മോനെ എന്ന് പറഞ്ഞതിന് ശേഷമാണ്. അത് വലിയ മാതൃകകളുണ്ട്. ഇന്ന് പലപ്പോഴും ഉപ്പയും എന്നാൽ ഉപ്പ എന്നാൽ ദേഷ്യം കാണിക്കാൻ ഒരാളാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാർക്കശ്യം മാത്രം, ഒന്നും വേണ്ട എന്ന് മാത്രം പറയാനുള്ള ഒരാളായിട്ട് ഉപ്പമാർ മാറണം. എന്നാൽ ഉമ്മയോ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാൻ മാത്രം ആളുകളായിട്ട് ഉമ്മമാര് മാറണം. ഇവിടെ പഠിക്കണം, എടി പോയി ഇന്ന കാര്യം ചെയ്യണമെങ്കിൽ മക്കളോട് ഇങ്ങനെ ആജ്ഞാപിക്കാൻ ആളുകളായിട്ട് ഉമ്മമാര് മാറണം. ഇത് രണ്ടുപോലെ നമുക്ക് വേണ്ടത്. നമ്മുടെ മക്കൾ ഈ രൂപത്തിലാണ് നമ്മളെ കാണുന്നതെങ്കിൽ അത് അവർക്ക് വലിയ രൂപത്തിലുള്ള നെഗറ്റീവായ ചിന്തകൾ ഉണ്ടാവും എന്ന കാര്യം നാം തിരിച്ചറിയുന്നത്. പറയുന്നത് ഗർഭപാത്രത്തിൽ തന്നെ ഓരോ മക്കളെ കുറിച്ചും കൃത്യമായ രൂപത്തിൽ അള്ളാഹു ഇച്ഛിക്കുന്ന രൂപത്തിൽ അവരെ മാറ്റം വരുത്തുന്നവരാണ്. അവർ ഗർഭപാത്രത്തിലാക്കിയ സമയത്ത് തന്നെ അവർ ഏത് രൂപത്തിൽ പരിവർത്തിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നതാണ്. അതിനുശേഷം അവരുടെ വളർച്ചയുടെ സാഹചര്യത്തിൽ നിങ്ങൾക്കാണ് അതിനുള്ള ഉത്തരവാദിത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ നമ്മളിലാണ് എങ്ങനെയാണ് അവർ വളർത്തേണ്ടത് എന്ന കാര്യമുള്ള ഏറ്റവും വലിയ മാതൃകകൾ നമ്മളാണ് ചെയ്ത് കാണിക്കേണ്ടത്.
വ്യത്യസ്തങ്ങളായ കിളികൾ നമ്മുടെ കുട്ടികൾ കാത്തിരിക്കുകയാണ്. ക്യാമ്പസുകളിലേക്ക് പോയാൽ, സ്കൂളുകളിലേക്ക് പോയാൽ, അവിടെയൊക്കെ നമ്മുടെ മക്കളെ കാത്തിരിക്കുന്ന കിളികൾ പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഇന്ന് നമ്മൾ കാണുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാവട്ടെ, ഏതെല്ലാം വിഷയത്തിലുള്ള പുതിയ കാല തിന്മകളാവട്ടെ, അതിലൊക്കെ നമ്മുടെ മക്കൾ ഒരു ഒറ്റ നിമിഷം കൊണ്ട് പോയി ചെല്ലപ്പെടുന്ന ഒരു ട്രാപ്പ് അല്ല അതൊന്നും. മറിച്ച് അവരെ ബോധപൂർവ്വം ഇത്തരം തിന്മകളിലേക്ക് ആനയിക്കാനുള്ള ഒരുപാട് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ അവർ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു കുട്ടി നല്ലൊരു കുട്ടിയാണെന്ന് കണ്ടാൽ അവൻ ക്യാമ്പസിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അവനെ പിന്നെ ഇത്തരം തിന്മകളിലേക്ക് വലിക്കാനുള്ള ഒരുപാട് ആളുകൾ പണിയെടുക്കുന്നുണ്ട്. അവർ ബോധപൂർവ്വം ആ കുട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ നല്ലൊരു കുട്ടിയാണ്. ഒരു അനുഭവം ഇവരൊക്കെ ഉണ്ടായത്, ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ ഒരു കുട്ടി ആ കുട്ടി ബാംഗ്ലൂരിലേക്ക് പോയത് ഉന്നതമായ പഠനത്തിനാണ്. ഏറ്റവും നല്ല രൂപത്തിൽ ദീനനുസരിച്ച് വളർന്ന ഒരു ഉസ്താദ് കുടുംബത്തിൽ വളർന്നു വന്ന ഒരു പെൺകുട്ടി, ഏറ്റവും നല്ല രൂപത്തിൽ വളർന്ന കുട്ടി ബാംഗ്ലൂരിലേക്ക് എത്തി പഠിക്കാനായി. അവിടെ എത്തിയപ്പോൾ ആ കുട്ടി ഒരു നല്ലൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കൃത്യമായി തന്നെ ഈ ലഹരിയുടെ മാഫിയ ടാർഗറ്റ് ചെയ്യാണ്. അവിടെ ഹോസ്റ്റലിലാണ് താമസിച്ചത്. ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കൂട്ടുകാരുടെ കൂടെ ആ കുട്ടി പുറത്തിറങ്ങി പോയി ജ്യൂസ് കുടിക്കുന്ന ബാറിൽ പോയപ്പോ ഈ കുട്ടിക്ക് കൊടുത്ത ജ്യൂസിൽ മാത്രം ഒരു ലഹരി വസ്തു കലക്കി കൊടുക്കണം. അത് കൊടുത്തു, ആ കുട്ടി അത് കുടിച്ചു. അതിനുശേഷം വീണ്ടും ഈ കുട്ടിക്ക് അതേ ജ്യൂസ് പാർലറിൽ വരാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയാണ്. മനസ്സിലൊരു അഡിക്ഷൻ വരികയാണ്. ശേഷം അവളുടെ കൂട്ടുകാരൊക്കെ കൂട്ടി ആ ജ്യൂസ് പാർലറിൽ വരുന്നു, വീണ്ടും അതേ ജ്യൂസ് തന്നെ കുടിക്കുന്നു. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് ഒരാഴ്ചയോളം ആയപ്പോഴാണ് ഇതിൽ എന്തോ ഒരു അഡിക്ഷൻ ഉണ്ട് എന്ന കാര്യം നമുക്ക് തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും അതിന് അഡിക്റ്റായി മാറിയിരുന്നു ആ കുട്ടി. ഒഴിവാക്കാൻ കഴിയാത്ത രൂപത്തിൽ അവളുടെ കൂട്ടുകാരും ഒക്കെയായി ആ ജ്യൂസ് പാർലറിൽ സ്ഥിരമായി ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് പോകുന്നത് അതേപോലെ തീരൊക്കെ ഒഴിവാക്കി കുട്ടി എത്താണ്. അപ്പൊ വളരെ ബോധപൂർവ്വം നമ്മുടെ മക്കളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ എവിടെയാണോ ഒരു തിന്മ നമ്മളിലേക്ക് വരാൻ സാധ്യതയുള്ളത് അത് കണ്ടറിഞ്ഞ് പ്രതിരോധിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളാണ് അവർക്ക് മാതൃകയാവേണ്ടത്. മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് ഈ ശബ്ദം കേൾക്കുന്ന ഉപ്പമാർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ കണ്ടുകൊണ്ടാണ് അവർ വളരുന്നത്. ഒരു വെക്കേഷൻ സമയമാണ്, മാർച്ച് കഴിഞ്ഞ കുട്ടികളെല്ലാവരും പൂർണ്ണമായും വെക്കേഷനിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ നമുക്ക് ആ വെക്കേഷനിൽ ഏറ്റവും നല്ല മാതൃകകൾ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ ചിലർക്ക് ആരെങ്കിലും ഉണ്ടാവും, ഞാൻ എന്നും ജോലിക്ക് പോകുന്ന ആളല്ലേ, തിരക്കുള്ള മനുഷ്യനല്ലേ, എനിക്ക് കഴിയോ എന്നൊക്കെ ആരെങ്കിലും ഉണ്ടാവും. രാവിലെ തന്റെ ഉപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ ആ പള്ളി സുബഹി നമസ്കാരത്തിന്റെ പള്ളിയിലേക്ക് തന്റെ ഉപ്പയുടെ കൈ പിടിച്ചു വരുന്ന ഒരു മകനുണ്ടെങ്കിൽ അതിന് വലിയ മാതൃക എന്താ ഇവിടെ? നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, നമ്മളൊരു സ്വതഹ കൊടുക്കുമ്പോൾ, നമ്മളൊരു സലാം പറയുമ്പോൾ, നമ്മുടെ അന്യനെ കാണുമ്പോൾ മുഖത്ത് പുഞ്ചിരിക്കുമ്പോൾ അതെല്ലാം കണ്ടു വളർന്ന നമ്മുടെ കുട്ടികൾ. ഇതിലെല്ലാം ചില നന്മകളുണ്ട്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു കൽപ്പന പ്രകാരം ചില പുണ്യങ്ങൾ നേടിയെടുക്കാനാണ് ചെയ്യുന്നത് എന്ന ബോധ്യം നമ്മുടെ മക്കളിൽ സ്വാഭാവികമായും ഉണ്ടാക്കണം. നമ്മളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. എന്ന് പറയാറുണ്ട്. അതായത് മാതാപിതാക്കളുടെ രഹസ്യ സൂക്ഷിപ്പുകാരാണ് നമ്മുടെ മക്കൾ. മാതാപിതാക്കൾ എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ അവരുടെ നടത്തം എങ്ങനെയാണ് കുട്ടികൾ അതുപോലെ കോപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ ഒപ്പിയെടുക്കുമ്പോൾ നമ്മൾ മാതൃകയാവാൻ എന്നതാണ് ഒന്നാമതായി ശ്രദ്ധിക്കുന്നത്. രണ്ടാമതായി അവരുമായി നല്ല ഇഴയടുപ്പമുള്ള നല്ല ആത്മബന്ധം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കൾ അവർക്ക് പറയാനുള്ളതൊക്കെ നമ്മുടെ മുമ്പിൽ പറയാനുള്ള ഇടങ്ങൾ അനുവദിക്കണം. അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ, സ്കൂൾ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരുപാട് സമയം കാര്യങ്ങൾ പറയാനുണ്ടാവും. അവർ തുറന്ന് പറയും, നമ്മളത് കേട്ട് കൊടുത്താൽ മാത്രം മതി. അവരെ ചേർത്തിരുത്തി എന്തൊക്കെ ഉണ്ടായത്, എന്തൊക്കെ സ്കൂൾ പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർക്കുണ്ടായ മുഴുവൻ കാര്യങ്ങൾ തുറന്നു പറയും. അത്തരം ഇടങ്ങൾ ഉണ്ടാക്കണം. രാത്രി ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. എല്ലാവരുമായി ഒന്നിച്ചിരിക്കാൻ ചില സമയങ്ങളും ഇടങ്ങളും ഒന്നിച്ച് കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമുക്ക് മക്കളോട് സ്നേഹമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കൊരു സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ അവരെ ദീനിന്റെ മാർഗത്തിൽ അവരെ കൊണ്ടുവരണം, അവർ പള്ളിയിൽ മുമ്പിലുണ്ടാവണം ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില ആളുകളെങ്കിലും ആ സ്നേഹം പ്രകടിപ്പിക്കാതെ പോകുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. മക്കളോടുള്ള കരുണയും ആർദ്രതയും ഒക്കെ പ്രകടിപ്പിക്കുകയാണല്ലോ വേണ്ടത്. ഇങ്ങനെ എത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതിൽ വലിയ മാതൃകകളുണ്ട്. എത്രത്തോളം സ്നേഹം റസൂൽ ഉണ്ടായിരുന്നു അതൊക്കെ റസൂൽ അവരോട് തുറന്ന് കാണിക്കുന്ന ഒരവസ്ഥ കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളായ ഹസൻ അദ്ദേഹം ഒരിക്കൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ചുംബനം കൊടുക്കുക, നല്ലൊരു ചുംബനം കൊടുത്തപ്പോ ഇത് കണ്ട മറ്റൊരു സ്വഹാബി അദ്ദേഹം പറയുന്നത്, റസൂൽ എനിക്ക് 10 പേരക്കുട്ടികളുണ്ട്, ആ 10 പേരക്കുട്ടികൾ ഞാൻ ഇതുവരെ ആരെയും ചുംബിച്ചിട്ടില്ല റസൂലേ എന്ന് പ്രവാചകരോട് സങ്കടം പറഞ്ഞപ്പോ റസൂലോട് പറഞ്ഞ മറുപടി, ആരാണോ കരുണ കാണിക്കാത്തത് അവരോട് കരുണ കാണിക്കപ്പെടുകയില്ല. നമ്മുടെ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാത്തവരോട് അവരോട് കരുണ കാണിക്കപ്പെടുകയില്ല, അള്ളാഹുവിന്റെ കരുണ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അള്ളാഹു റസൂലാണ്. അത്തരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്.
പറയുന്ന സമയത്ത് ഹസൻ ഹുസൈൻ രണ്ടുപേരും പിന്നെ റസൂൽ പറയുന്ന സമയത്ത് പള്ളിയിലേക്ക് ഓടി വരികയാണ്. ആ വരുന്ന സമയത്ത് ആ കുട്ടികളെ കണ്ടപ്പോ ആ സ്നേഹം കണ്ട റസൂൽ ഇറങ്ങിപ്പോയി അവരെ ഓടി ചെന്ന് പിടിച്ച് ഒരു സ്ഥലത്ത് കൂടി ഇരുത്തുന്നുണ്ട്. അതിനുശേഷം തുടരുന്നത് ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു ഇടമായി റസൂൽ അവിടെ പോലും കണ്ടിട്ടുണ്ട്. നമസ്കരിക്കുന്ന സമയത്ത് അറിയില്ലേ, റസൂൽ നമസ്കരിക്കുന്ന സമയത്ത് സുജൂദിലേക്ക് പോയപ്പോൾ ആ കുട്ടികളെ വിചാരിച്ചത് ആ റസൂൽ ഒരു ആന കളിക്കുകയാണ്. ഇത് കണ്ടപ്പോ റസൂലിന്റെ സുജൂദ് ചെയ്യുന്ന ആ ഉദുവത്ത് ഓടി കയറി കുട്ടികളിരിക്കുകയാണ്. റസൂൽ ചെയ്തത് മാറിക്കടാൻ പറഞ്ഞു ഇല്ല, മറിച്ച് അവിടെ ആ കുട്ടികൾ അവരുടെ കളി കഴിയുന്നത് വരെ സുജൂദിന്റെ ദൈർഘ്യം ഇങ്ങനെ കൂടാണ്, സമയം ഇങ്ങനെ കൂടാണ്. കുറെ നേരം സുജൂദ് വീണ്ടുപോയി. ശേഷം സലാം കിട്ടിയപ്പോൾ സാഹിബാർ ചോദിച്ചു എന്താ റസൂലൊക്കെ പറ്റിയത്, സുജൂദ് കുറെ നീണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ ഇതായിരുന്നു കാരണം എന്ന് റസൂൽ സല്ലല്ലാഹു പറഞ്ഞു കൊടുക്കാണ്. തന്റെ മക്കളെ അത്രമേൽ ചേർത്ത് പിടിച്ചാണ്. എന്നാൽ മറ്റൊരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി ഇമാം നിൽക്കുമ്പോ പിന്നിൽ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. കുട്ടിയുടെ വാവിട്ട് കരയുമ്പോ ആ കരച്ചിൽ ആ കുട്ടിക്ക് ഒരു പ്രയാസം ഉണ്ടാവും, ആ ഉമ്മയ്ക്കും എന്തൊരു പ്രയാസം ഉണ്ടാകും കണ്ടപ്പോ നമസ്കാരത്തിന്റെ വേഗത കൂട്ടുകയും ചെയ്തു. ഇത് രണ്ടും ചെയ്തത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരത്തിൽ കുട്ടികളുടെ മനസ്സറിഞ്ഞ് പെരുമാറാൻ അല്ലാഹുവിന്റെ റസൂലിലും സ്വഹാബത്തിലും ഒക്കെ നമുക്ക് വലിയ മാതൃകയുണ്ടെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ആവശ്യമായ തർബീയത്തും തസ്കീയത്തും കൊടുക്കാൻ, അത് കൊടുക്കേണ്ട പ്രായത്തിൽ തന്നെ കൊടുത്തു വളർത്താൻ നമുക്ക് സാധിക്കണം. അവർ വളർന്നു വരുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ ചിന്താഗതികൾ അവരെ കാത്തിരിക്കുന്ന സമയത്ത് അവരുടെ പാഠപുസ്തകങ്ങളിലൂടെ, അവർ കാണുന്ന കേൾക്കുന്ന അവരുടെ മൊബൈൽ ഫോണുകളിലൂടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ നടക്കുന്നത് നമുക്കാർക്കും അറിയുണ്ടാവില്ല. പക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ അതിൻ്റെതായ ഒരു ലോകത്ത് വികരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ കാണുന്ന കാഴ്ചകൾ നമുക്കിത് ഡീകോഡ് ചെയ്തെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, അവരുടെ ചില സംസാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ പെരുന്നാളിൽ പോലും ബാഗി പാന്റുകളും ഏറ്റവും പുതിയ കാല പിന്നെ ബുള്ളറ്റുകളുടെ പിന്നെ പൊട്ടുന്ന സൗണ്ടുകളൊക്കെ നമ്മൾ ഈ ഇടയ്ക്ക് പോലും കേട്ടു അല്ലേ. ഇതൊക്കെ ഈ ട്രെൻഡിന്റെ പുറകെ മുന്നിൽ തന്നെ പോകുമ്പോൾ നമ്മൾ മുതിർന്ന ആളുകളൊക്കെ അതൊന്നും അറിയാതെ മറ്റൊരു ലോകത്ത് ജീവിക്കുകയാണ്. ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവരെന്താണോ ആഗ്രഹിക്കുന്നത് അറിയുന്നത് അതിനെല്ലാം ഇസ്ലാമിന്റെ പരിപ്രേക്ഷ്യത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അവരുടെ ദീനിന്റെ മാർഗത്തിൽ നമുക്ക് ഉറച്ചു തോന്നാൻ സാധിക്കുക. പ്രധാനപ്പെട്ട കാര്യം ഒരു അവധിക്കാലമാണ്. 2 മാസം പൂർണ്ണമായിട്ടും നമ്മുടെയൊക്കെ മക്കൾ, വളരുന്ന പ്രായത്തിലുള്ള മക്കൾ ഒരു വെക്കേഷൻ കാലം നമ്മുടെ വീട്ടിൽ കഴിയാൻ പോവാണ്. നമ്മളാണ് അവർക്ക് ആ സമയത്ത് മാതൃകയായി മാറേണ്ടത്. എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? ചെറിയ ചെറിയ ഖുർആനിലെ സൂറത്തുകൾ കാണാതെ പഠിക്കാൻ പറയാം. റമദാനിൽ ഒരു തവണ നമ്മുടെ മക്കളൊക്കെ പലപ്പോഴും ഹത്തം തീർത്തിട്ടുണ്ടാവും നമ്മളെ പോലെ തന്നെ. എന്നാൽ ആ ഒരു തവണ ഹത്തം തീർത്ത കുട്ടികൾക്ക് അടുത്ത 2 മാസം എടുത്തുകൊണ്ട് ഹത്തം തീർത്ത പ്രയാസം ഒരിക്കലില്ല. നമ്മൾ അതിനൊരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കണം. ഒരു ചിട്ടയായ പ്രവർത്തനം നമ്മുടെ വീട്ടിൽ ഒരു സ്റ്റിക്കർ പൊട്ടിച്ച് ഒരു ബുക്കൊക്കെ എടുത്ത് അതിൽ കുട്ടികളൊക്കെ എഴുതി നമ്മൾ ചില സൈനെ വിട്ടുകൊടുത്ത് സ്റ്റാർസ് കൊടുത്ത് ഇടയ്ക്ക് ചില സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ ഏറ്റവും പ്രായോഗികമായ രൂപത്തിൽ കുട്ടികളെ സ്നേഹിക്കാത്ത ആളുകളാണ് നമ്മൾ. അതിനുള്ള പ്രായോഗികമായ വഴികൾ പാരായണം ചെയ്യാനുള്ള, ചെറിയ പ്രാർത്ഥനകൾ പഠിക്കാനുള്ള, നല്ല സ്വഭാവം, ചില മനസ്സിലേക്ക് എടുക്കാനുള്ള കാര്യങ്ങൾ, സലാം പറയാൻ, ഉച്ചരിക്കാൻ, ഇതൊക്കെ ചില സുന്ദരത്വം പഠിപ്പിക്കാനൊക്കെ നമുക്ക് ഈ സമയത്ത് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അതിനൊക്കെ തടസ്സമാവാൻ സാധ്യതയുള്ള ഒരു പ്രധാന വില്ലൻ എന്നുള്ളത് സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോണാണ്. ഈ വെക്കേഷൻ കാലങ്ങളിൽ നമ്മുടെ മക്കളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റാനുള്ള, അതിന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. നന്മകളെല്ലാം ഈ ഫോണിലൂടെ മാത്രം കിട്ടുന്നതല്ല, അതല്ലാതെ എത്രയോ നന്മകളുണ്ട്. കുടുംബങ്ങൾ സന്ദർശിക്കാം, കൂടുതൽ ആളുകളെ കാണാം, സംസാരിക്കാം, പെരുമാറാം. ഇതൊക്കെ ഇത്തരം നല്ല ശീലങ്ങൾ അവരിൽ ഉണ്ടാക്കാൻ നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി നാളെ പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സലഫുകൾ കാണാൻ കഴിയും, ഒരു കുഞ്ഞുണ്ടാവാനുള്ള തന്റെ ഭാര്യ പ്രഗ്നന്റാണ് അല്ലെങ്കിൽ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ പ്രാർത്ഥന ആരംഭിക്കും. പക്ഷേ ഈ മകൾ എനിക്ക് സ്വാലിയായ സംഗതിയാവണേ നിങ്ങൾ പ്രാർത്ഥന അവരിനെ ആരംഭിക്കും. അതിനുശേഷം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും അവരുടെ വളർച്ചയിലുടനീളം ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മുടെ മുൻഗാമികളിൽ നിന്ന് കാണാൻ സാധിക്കും. അങ്ങനെ അവരുടെ പ്രാർത്ഥനയുടെ വലിപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാം. ഖുർആൻ പറഞ്ഞില്ലേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബേ അവരെ നല്ല മക്കളാക്കാന്ന് മാത്രമല്ല പ്രാർത്ഥിച്ചത്, മറിച്ച് വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, മുത്തഖീകളായ ആളുകൾക്ക്, സത്യവിശ്വാസികളായ ആളുകൾക്ക് ഇമാമാക്കാൻ നേതൃപരമായി പങ്കുവഹിക്കുന്ന രൂപത്തിൽ എന്റെ മകനെ, എന്റെ മകളെ മാറ്റിയെടുക്കണേ. കേവലം പൊട്ടാൻ ഒതുങ്ങിയിരിക്കുന്ന കുട്ടിയെന്നല്ല, മറിച്ച് ഈ ഉമ്മത്തിന് തന്നെ മാതൃകയാവുന്ന ആളുകളായി നമ്മുടെ മക്കളെ മാറ്റാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ആ പ്രാർത്ഥനയെ നമുക്ക് നാളെ നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ഖബറിനടിയിൽ ഈസാൻ ഗജറിനടിയിൽ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്കുണ്ടാവുക അങ്ങനെ ചില പ്രാർത്ഥനകളെ ഉള്ളൂ. അതും തന്റെ മാതാപിതാക്കൾ വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളുണ്ടെങ്കിൽ നമുക്ക് നാളെ പരലോകത്ത് ലഭിക്കാനുള്ള പദവികളിൽ വരെ ഉയർച്ചയുണ്ടാവുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മാതൃകകളുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബോധപൂർവ്വം ചെയ്തു നിൽക്കാനുണ്ട് എന്ന വലിയ ചിന്തകൾ നമുക്ക് ഉണ്ടാവണം. അത്തരത്തിൽ മരണത്തിന് മുമ്പ് നമ്മളും നമ്മുടെ മക്കളും
നരകത്തിൽ നിന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് തള്ളിപ്പിയാൽ പോരാ. നിങ്ങളുടെ സ്വന്തക്കാരി മാത്രം രക്ഷിച്ചാൽ പോരാ. നിങ്ങളുടെ കുടുംബത്തെ ഒന്നടങ്കം നിങ്ങൾ നരകത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഏത് നരകം? നിങ്ങളും കല്ലുകളും വിരുദ്ധനമായിട്ടുള്ള മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള ആ നരകത്തിൽ നിന്ന് മോചനം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾ ഒന്നിച്ച്, നിങ്ങളുടെ കുടുംബം ഒന്നിച്ച് അതിൽ നിന്ന് മോചനം നേടാനുള്ള വഴികൾ നിങ്ങൾ നോക്കണം. അത്തരം ശ്രമങ്ങൾ നിങ്ങൾ നടത്തണമെന്ന് ഖുർആന്റെ കൽപ്പനയുണ്ടെങ്കിൽ അതനുസരിച്ച് ജീവിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും നമ്മൾ പുലർത്തുക. അല്ലാഹു നമ്മുടെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, ഒരു വലിയ സമ്മേളനത്തിന് മുമ്പിലാണ് നമ്മളെല്ലാവരും വരുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച ഏപ്രിൽ 5-ാം തീയതി നമ്മുടെ പള്ളിയുടെ പരിസരത്ത് തന്നെ ഒരു വലിയ ഫാമിലി കോൺഫറൻസിന് വേദി ഒരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ഈ വിഷയത്തിന്റെ ഗൗരവം ഇവിടെ പറയാനുള്ള കാരണം, ഈ കോൺഫറൻസ് നടക്കുന്നത് യഥാർത്ഥത്തിൽ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ്. ഈ ഒരു പള്ളി ഉണ്ടായ സാഹചര്യം ഒക്കെ നമുക്കറിയാം. വളരെ ഇത്തരം ഒരു സാഹചര്യം ഒന്നുമില്ലാത്തൊരു സമയത്ത് ഇത്തരം തൗഹീദിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ പരിശ്രമം അതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. ആ ആളുകൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഈ പള്ളിയും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന എല്ലാ നന്മകളുടെയും ഒരു ഓഹരി ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ ഇൻഷാ അല്ലാഹ് അതുപോലെ വലിയൊരു അവസരം നമുക്ക് അടുത്ത ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ തൊട്ട് മുമ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. ഈ പള്ളി വരുന്നതിന് മുമ്പും അതിന് ശേഷവും എന്ന രണ്ട് കാലയളവുകൾ കാണുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഈ ഫാമിലി കോൺഫറൻസ് ഈ ഒരു സമ്മേളനം അത് നടക്കുന്നതിന് മുമ്പും ശേഷവും എന്ന് കുറച്ചു കാലം കഴിഞ്ഞാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നു. നമ്മൾ അതിന് ആത്മാർത്ഥമായി ഒന്ന് ഒരുങ്ങി പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും, സഹോദരങ്ങൾ ഉണ്ടാവും. അവരെല്ലാം ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വന്തം വീട്ടിലൊരു കല്യാണം നടക്കുന്നത് പോലെ നമ്മൾ ബോധപൂർവ്വം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. കാരണം ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ബാധിക്കുന്ന, നമ്മൾ പോലും അറിയാത്ത എത്രയോ വിഷയങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ, നമ്മുടെ ആദർശപരമായ വിഷയങ്ങളിൽ, നമ്മൾ പോലും അറിയാത്ത ഭൗതികമായ ഒട്ടനേക മേഖലകളിൽ നമ്മളടക്കം ഇടപെടുന്ന മൊബൈൽ ഫോണും നമ്മുടെ വ്യത്യസ്ത രോഗങ്ങളും കച്ചവടവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും നമ്മുടെ കുടുംബവും അറിയാതെ പലപ്പോഴും തെറ്റിപ്പോകുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ട്. നമ്മൾ തിരിച്ചറിയണം, ബോധപൂർവ്വം ജാഗ്രത പുലർത്തണം. നാളെ നമ്മുടെ പരലോക ജീവിതത്തിന് അതിന് തടസ്സമാവുന്ന, നാളെ നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സമാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നേരത്തെ അറിഞ്ഞ് ആ തടസ്സങ്ങളെല്ലാം നീക്കി നമ്മുടെ സ്വർഗീയ പാത ഇതിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിരന്തരം ഓരോ ദിവസവും 17 തവണ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. ആ സിറാത്തുൽ മുസ്തഖീമിന് വികാരമാകുന്ന തടസ്സമാകുന്ന ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഇത്തരം സമ്മേളനങ്ങൾ കൂടിയേ തീരും. നമ്മളടങ്ങുന്ന, നമുക്ക് പരിചയമുള്ള വ്യത്യസ്തങ്ങളായ ആളുകൾ ഈ ഒരു പ്രദേശത്ത് തന്നെ ദീനില്ലാത്ത, തൗഹീദില്ലാത്ത, ഇപ്പോഴും ശിർക്കിൽ ആപതിച്ചിട്ടുള്ള അല്ലാഹു അല്ലാത്ത ആളുകളെ വെച്ച് പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ ചെയ്യുന്ന, ഇപ്പോഴും കയ്യിൽ ചരടുകളും കുറുക്കുകളും മേലസുകളും ഐക്കലുകളും തകിടുകളും ഒക്കെയായി അതിൽ ആശ്രയം അവലംബിച്ച് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ സഹോദരങ്ങൾ അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്. ഈ പരിസരത്ത് തന്നെ അവരെല്ലാം ക്ഷണിക്കാനും അവർ ഇത്തരം തൗഹീദിന്റെ മാർഗത്തിലേക്ക് ഞാൻ ഈ പറയുന്നത് പോലും ഇതിൽ കുറെ ആളുണ്ടാക്കി 1000, 2000, 3000 കാർ ഒന്ന് മാഷാ അല്ലാഹ് എന്ന് പറയാൻ വേണ്ടിയല്ല. നാളെ നമ്മൾ ക്ഷണിച്ചൊരു വ്യക്തി ഇത്തരം ഒരു ക്ലാസ് കേട്ടോ, പ്രഭാഷണം കേട്ടോ, പള്ളിയിൽ മുതൽ പുതുമ കേട്ടോ, ആ വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടായാൽ, അവനത് തിരിച്ചറിഞ്ഞ് അവന്റെ ജീവിതത്തിൽ പ്രാവർത്തനമാക്കിയാൽ അതിനുശേഷം അവന്റെയും അവരുടെ കുടുംബത്തിന്റെയും അടുത്തൊരു തലമുറയുടെയും ഒക്കെ വലിയ മാറ്റങ്ങൾക്ക് അവരുടെ ആദർശപരമായ ജീവിതത്തിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്ലാമികമായി അതിനെ മാറ്റാൻ അത് കാരണമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കതിന്റെ ഓഹരി നമ്മൾ നാളെ കബറിനടിയിലാവുമ്പോൾ നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ അർത്ഥമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം വന്നാൽ എങ്ങനെ നമ്മൾ ഒരുങ്ങുമോ, എത്രത്തോളം നമ്മൾ അതിനുവേണ്ടി ജാഗ്രത പാലിക്കുമോ, അത്തരത്തിലുള്ള എല്ലാ രൂപത്തിലും നമ്മൾ തീർച്ചയായും ഒരുങ്ങേണ്ടതുണ്ട്. ഒരാഴ്ച നമുക്ക് സമയമുണ്ട്. നമുക്കറിയുന്ന ആളുകളെല്ലാം ക്ഷണിക്കാനും ഒരു വെക്കേഷൻ സമയം കൂടിയാണല്ലോ. സാധാരണ രീതിയിലൊക്കെ നമുക്കറിയുന്ന നമ്മുടെ മൊബൈലിൽ നിർത്തി വയ്ക്കാൻ തന്നെ ഒരുപാട് ആളുകൾ കാണാൻ സാധിക്കും. അവർക്കൊക്കെ ഒരു മെസ്സേജ് ഒക്കെ അയച്ച് ഫോൺ വിളിച്ച് ഞായറാഴ്ചയാണ് വൈകുന്നേരം പിന്നെ അസമേഷം തുറന്ന പരിപാടിയാണ്, പിന്നെ സമയമൊക്കെ പറഞ്ഞു കൊടുത്ത് അതിന്റെ സമയം വരെ ഉണ്ടാവും, നല്ല പ്രഭാഷണങ്ങൾ ഉണ്ടാവും, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ അവിടെ പറയപ്പെടും എന്നൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായി ക്ഷണിച്ച് ആ ഒരു ക്ഷണത്തിന്റെയും അവർ വരുന്നതിന്റെയും ശേഷം അവരുടെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അത്തരം മാറ്റങ്ങളുടെയും ഒക്കെ വലിയ ഓഹരിയും നേടാനുള്ള
തരാനുള്ള ഈ അവസരത്തെ വളരെ ബോധപൂർവ്വം നമ്മുടേതായ ഒരു വിഹിതം, നമ്മുടേതായ ഒരു പ്രയത്നം, ഒരു പരിശ്രമം അതിന്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന കാര്യം ബോധപൂർവ്വം ഉറപ്പിക്കുക. അള്ളാഹു ഏവരെയും ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകാനും നമ്മൾ നാളെ മരണപ്പെടുന്ന സമയത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന, നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് കൂട്ടായിട്ടുള്ള വെളിച്ചമായിട്ടുള്ള ഒരുപാട് അമലുകൾ നേടിയെടുക്കുന്ന സച്ചരിതരായ ആളുകളെ നാം ഏവരെയും ഇപ്പോഴത്തെ അനുവദിക്കുമാറാകുക. നമ്മൾ സംഭവിച്ചു പോയാൽ എല്ലാ തെറ്റുകുട്ടികളും ഓർത്തു മാപ്പാക്കി തരുമാറാകുക. നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ഉമ്മമാർ നമ്മുടെ മുൻഗാമികൾ അവർക്കെല്ലാം മഹഫിറത്തും അർഹത്തും നൽകി നമ്മയും അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും രോഗവും പല കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെയായി ജോലിയില്ലാതെയും മക്കളില്ലാതെയും ഒക്കെ പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരങ്ങൾ അവർക്കെല്ലാം എല്ലാ വിധത്തിലുള്ള ഉദവിയും തുറവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളുമായി പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു അതിന് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളിലും കുടുംബത്തിലുമൊക്കെ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഒരു സമയത്തും യുദ്ധവുമായി ബന്ധപ്പെട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ സഹോദരങ്ങൾ അവർക്കെല്ലാം അള്ളാഹു സ്വാതന്ത്ര്യവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء والاموات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انصر اخواننا المجاهدين في كل مكان. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.